നമസ്കാരം. റഷ്യ ഉടൻ തന്നെ യുദ്ധം തുടങ്ങി. യുദ്ധഭീതിയിലാണ് യൂറോപ്യൻ നഗരങ്ങൾ. ഏത് നിമിഷവും റഷ്യ ആക്രമിച്ചേക്കാം. യുദ്ധസന്നാഹമൊരുക്കി യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. നാറ്റോ യുദ്ധ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴും അതൊന്നും വകവയ്ക്കാതെ എങ്ങനെയും യുക്രൈനെ ബലി കൊടുത്ത് തലയൂരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ്. സത്യത്തിൽ ഒരു വലിയ യുദ്ധം റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ തകർന്ന് തരിപ്പണമാകുമെന്ന് യൂറോപ്യൻ നഗരങ്ങൾ അടക്കം ഭീതിയിലാണ്. അത്തരത്തിലുള്ള ഒരു യുദ്ധഭീതിയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. റഷ്യയുമായിട്ടുള്ള യുദ്ധം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ എത്തി നിൽക്കുന്നു എന്നൊരു മുന്നറിയിപ്പ് നൽകിയ നാറ്റോ ചീഫ് മാർക്ക് റൂട്ടെ ഒരു പ്രതിരോധത്തിന് തയ്യാറാക്കാൻ യൂറോപ്യൻ സഖ്യരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ തങ്ങളുടെ മാതാപിതാക്കളും അവരുടെ മുൻ തലമുറയും അഭിമുഖീകരിച്ച രീതിയിലുള്ള വലിയ വെല്ലുവിളി അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് കൂടി പറയുന്നു. റഷ്യയിൽ നിന്നുള്ള വലിയ ഭീഷണി, വലിയ അത്തരത്തിലുള്ള ആക്രമണ ഭീഷണി വരുമ്പോഴും മിക്ക നാറ്റോ അംഗങ്ങളും ഇതിനെ അവഗണിക്കുകയാണ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഉടൻ തന്നെ പ്രതിരോധ മേഖലയിലെ ചെലവ് വർദ്ധിപ്പിക്കണമെന്നും വ്ളാഡിമിർ പുടിനെ പിന്തിരിപ്പിക്കുന്നതിനായിട്ട് ആയുധ നിർമ്മാണം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. റഷ്യയുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് യൂറോപ്പ് ആയിരിക്കുമെന്നും ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ കാലം യൂറോപ്പിനൊപ്പമാണ്. പലരും ചിന്തിക്കുന്നുണ്ടെങ്കിലും സത്യം അതല്ല എന്നും റൂട്ടെ പറയുകയാണ്. റൂട്ടെ എന്ന് പറയപ്പെടുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ റഷ്യയുമായുള്ള യുദ്ധം പടിവാതിൽക്കലെത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞ നാറ്റോയുടെ ചീഫാണ് മാർക്ക് റൂട്ടെ എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹമാണ് സഖ്യരാജ്യങ്ങളോട് ഒരു പ്രതിരോധത്തിന് തയ്യാറെടുക്കാൻ കൽപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. റഷ്യയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് യൂറോപ്പാണ് എന്ന് തന്നെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റൂട്ടെ പറയുന്നു, കാലം യൂറോപ്പിനൊപ്പമാണ്. പലരും ചിന്തിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും സത്യം അതല്ല എന്ന് പറയുകയാണ്. കാരണം പ്രവർത്തന നിരതരാകാനുള്ള സമയമാണ് ഇത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ റഷ്യ നാറ്റോയ്ക്കെതിരെ സൈനിക ശക്തി ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം ഉടനടി ഒരു പ്രതിരോധ മേഖലയിൽ നിക്ഷേപം വർദ്ധിപ്പിച്ചില്ല എങ്കിൽ 20ാം നൂറ്റാണ്ടിൽ ഭൂഖണ്ഡത്തെ നാശത്തിലേക്ക് നയിച്ച ഒരു യുദ്ധകാലത്തിന്റെ ആവർത്തനമാകും യൂറോപ്പിന് അഭിമുഖീകരിക്കേണ്ടി വരിക എന്നാണ് പറയുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് യുക്രൈൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾക്ക് പിന്തുണ നൽകുന്ന 30ഓളം രാജ്യങ്ങളുമായിട്ട് ഒരു അടിയന്തര ചർച്ചയ്ക്കായിട്ട് വ്ളാദിമിർ സെലൻസ്കി ഒരുങ്ങുന്നതിനിടയിലാണ് ഇതാ നാറ്റോ മേധാവിയുടെ മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നാറ്റോ പറയുന്ന എത്രയുള്ളൂ, ഏത് നിമിഷം വേണമെങ്കിലും റഷ്യ തിരിച്ചടിക്കും യൂറോപ്യൻ രാജ്യങ്ങളെ മുഴുവൻ. ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയവരുടെ പ്രതിനിധികളും യുക്രൈന്റെ സുഹൃത്ത് രാജ്യങ്ങളുടെ യോഗത്തിൽ വീഡിയോ ലിങ്ക് വഴി പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കുവാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമത്തിനിടയിൽപ്പെട്ട് സമ്മർദ്ദം അനുഭവിക്കാതിരിക്കുവാനാണ് സെലൻസ്കി ഇത്തരത്തിലുള്ള അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇത് സ്വന്തം സുരക്ഷ തന്നെ അപകടത്തിലായിരിക്കുകയാണ് എന്ന വാദമുയർത്തി യൂറോപ്യൻ രാഷ്ട്രങ്ങളും ഈ സമാധാന ശ്രമത്തിന് ഇപ്പോൾ പിന്തുണ നൽകുകയാണ്. അപ്പോൾ കൂടുതൽ കർശനമായിട്ടുള്ള നിബന്ധനകളോടെ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ യൂറോപ്യൻ നേതാക്കളുമായിട്ട് നിരവധി തവണ ഫോണിൽ ചർച്ച ചെയ്തതായിട്ട് ട്രംപ് തന്നെ കഴിഞ്ഞ ബുധനാഴ്ച പ്രസ്താവിച്ചിരുന്നു. എന്നാൽ സെലൻസ്കി കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. റഷ്യ അധിനിവേശം നടത്തിയ യുക്രൈൻ പ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്ന ചോദ്യം, ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയപ്പെടുന്നത് അങ്ങനെ ഒരു മറുപടി നൽകൽ എന്നുള്ളതില്ല. കാരണം റഷ്യക്ക് അത് വിട്ടുകൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം, പക്ഷെ അത് വിട്ടുകൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതിൽ കൂടുതൽ വലിയ വിശദീകരണങ്ങളൊന്നും ഇവരാരും നൽകുന്നില്ല. അതേസമയം സമാധാനത്തിലുള്ള ട്രംപിന്റെ ഏറ്റവും ഒടുവിലത്തെ ശ്രമം അദ്ദേഹം പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം എടുക്കുന്നതിനാൽ തന്നെ അദ്ദേഹം ഏറെ അസ്വസ്ഥനാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിലേക്ക് ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ട്. ഏത് സമയം വേണമെങ്കിലും അത്തരത്തിലൊരു യുദ്ധം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. റഷ്യ എന്ന് പറയപ്പെടുന്ന വലിയ മഹാരാജ്യം ഏത് സമയം വേണമെങ്കിലും അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെയാണ് യുദ്ധഭീതിയിലേക്ക് യൂറോപ്യൻ നഗരങ്ങൾ എത്തുന്നത്. ഈ പറയുന്നത് പോലെ സെലൻസ്കിയുമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള യുദ്ധക്കരാറുകൾ ഏത് നിമിഷം വേണമെങ്കിലും വയലേറ്റ് ചെയ്യപ്പെടാം. അത് വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും റഷ്യയുടെ ആക്രമണം വളരെ നീചമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉക്രൈനെ തകർക്കുന്നതിനോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അത്തരത്തിലുള്ള മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകും. ആ മിസൈൽ ആക്രമണങ്ങളിൽ തകർന്ന് തരിപ്പണമാകുന്ന പല രാജ്യങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് റഷ്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യകതയായി മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ യൂറോപ്യൻ സഖ്യരാജ്യങ്ങൾ. ആ സഖ്യകക്ഷികൾ ഉടൻ തന്നെ റഷ്യയുടെ പ്രസിഡന്റ് ശ്രീ വ്ളാഡിമിർ പുടിനുമായി ചേർന്ന് വലിയ ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. ആ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും യുദ്ധത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിരാമം ഉണ്ടാകുമോ എന്ന് അറിയേണ്ടത്. അത് മാത്രമല്ല, തുടങ്ങുന്ന യുദ്ധമാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റഷ്യ ഒരു യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അതിന് വലിയൊരു വില നൽകേണ്ടി വരും യൂറോപ്യൻ രാജ്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വ്ളാഡിമിർ പുടിനെ പിണക്കാതിരിക്കുകയാണ്
ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ ഒരു വലിയ യുദ്ധം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.